ഹായ് നന്ദിനി. ഹായ് സർ. ഹൗ ആർ യു? ഫൈൻ സർ. നിന്റെ സബ്ജക്ട് എത്ര ദൂരം വരെ പോയി? ആക്ച്വലി അക്കാര്യം ഞാൻ പറയാൻ വരികയായിരുന്നു സർ. ലവിനെ കുറിച്ച് നിങ്ങൾക്കുള്ള ഒപ്പീനിയൻ അറിഞ്ഞതിന് ശേഷം എല്ലാരെയും പോലെ ഒരു ലവ് സ്റ്റോറി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സർ. വിത്ത് യുവർ പെർമിഷൻ നിങ്ങളുടെ റിയൽ ലൈഫിൽ നടന്ന റിയൽ സ്റ്റോറി തന്നെ പടമായി എടുക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ച് അറിയാൻ ഒരു ചാൻസ് തരൂ സർ. നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തെടുക്കാം. അത് ഞാൻ ഹീറോയായി കണ്ടിന്യൂസ് ആയി ഹിറ്റുകൾ കൊടുത്ത് ഒരു മണിക്കൂർ പോലും റെസ്റ്റ് എടുക്കാനില്ലാതെ ഡേ നൈറ്റ് വർക്ക് ചെയ്ത കാലമായിരുന്നു അത്. ആ സമയത്ത് ഒരു TV ചാനലുകാരൻ നടത്തിയിരുന്ന ഡാൻസ് പ്രോഗ്രാമിലേക്ക് എന്നെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചു. ആ പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന പകുതി ലാഭം ഞാൻ നടത്തിക്കൊണ്ടിരുന്ന അക്ഷര ഫൗണ്ടേഷനിലേക്ക് ഡൊണേറ്റ് ചെയ്യാമെന്ന് അവർ പറഞ്ഞു. നമ്മൾ നന്മ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നന്മ ചെയ്യുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ചിരിക്കണം. അതിനായിരുന്നു പോയത്. സ്റ്റുഡിയോ നിർമ്മൽ നടത്താൻ പോകുന്ന ഡാൻസ് കോമ്പറ്റീഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഷോ റോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങളുടെ പാർട്ടിസിപ്പൻസ് റെഡിയാണ്. കണ്ട് എൻജോയ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ഇതാ ഞങ്ങളുടെ ജഡ്ജസും തയ്യാറായി കഴിഞ്ഞു. വേണം മാസ്റ്റർ, പ്ലീസ് വെൽക്കം. സ്വന്തം സൗന്ദര്യത്തിൽ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച പ്രിയങ്ക മേഡം. നമ്മളുടെ അടുത്ത ഗസ്റ്റ് ആരാണെന്ന് ഊഹിക്കാമോ? നമ്മുടെ റിയൽ സ്റ്റാർ കേശവ് സർ. ഇന്നത്തെ ഷോ റോക്ക് ആക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഫസ്റ്റ് പാർട്ടിസിപ്പന്റ് റെഡി ആയി കഴിഞ്ഞു, ബ്യൂട്ടിഫുൾ പെർഫോമൻസുമായിട്ട്. സോ ലെറ്റ്സ് വെൽക്കം സ്വപ്ന. സ്വപ്ന, നിന്റെ പെർഫോമൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ നമ്മുടെ ജഡ്ജസിന് എത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര മാർക്കാണ് കൊടുക്കുന്നത് നമുക്കറിയാം. റിയൽ സ്റ്റാർ കേശവ് സാർ എത്ര മാർക്കാണ് കൊടുക്കുന്നത്? താങ്ക് യു സർ. എന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ജെക്ക് ടൈപ്പ് ചെയ്ത് സ്പേസ് നൽകി സ്വപ്ന 574-474 SMS ചെയ്യൂ. നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ പെർഫോമൻസുമായി ഇവിടെ കടന്നു വരുന്നു ആശ. ആശ, ആശ, നീ ഡാൻസ് കളിക്കുമ്പോ ഡാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വിട്ട് ഓഡിയൻസിന് മേലും ജഡ്ജസിന് മേലും കോൺസെൻട്രേഷൻ കൊടുത്തു. നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിനക്ക് മുഴുവൻ മാർക്കും കിട്ടിയാനെ. താങ്ക് യു സർ. നമ്മളുടെ നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ് ആരാണെന്ന് അറിയാമോ? നിരവധി പ്രശസ്തമായ അവാർഡുകൾക്ക് സ്വന്തം. ഷീ ഈസ് നൺ അദർ ദാൻ മഹേശ്വരി. വേണു മാസ്റ്റർ, താങ്കളുടെ കമന്റ്സ്? അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. മൂവ്മെന്റ് സമയത്ത് എനിക്ക് സ്റ്റഫ് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഇത്രയും മാർക്ക്. മഹേശ്വരി, മഹേശ്വരി, ഡാൻസ് കളിക്കാമെന്ന് പ്രൂവ് ചെയ്തതിന്റെ അഹങ്കാരം, ധാർഷ്ട്യം, ഇതെല്ലാം ആ ഡാൻസിൽ നല്ലപോലെ മനസ്സിലായിരുന്നു. എത്ര അഹങ്കാരം ഉണ്ടെങ്കിലും സ്റ്റേജിൽ അത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ മതം. ബട്ട് അതെല്ലാം കറക്റ്റ് ആക്കുകയാണെങ്കിൽ നിനക്ക് നല്ലൊരു ഭാവികാലം ഉണ്ടാകും. ഇല്ലെങ്കിൽ ഇത് എന്ത് മീറ്റിംഗ്? എവിടെ വിശ്വാസം ഇല്ലാത്ത തീരുമാനമാണോ? അല്ല, ഇവൻ എന്താ ഇവിടെ ചെയ്യുന്നത്? നിന്റെ പേരെന്താ? കവിത. നിന്റെ പേരോ? ധനലക്ഷ്മി. നമുക്ക് ധനലക്ഷ്മി വരണമെങ്കിൽ ഇങ്ങനെ കൈ കിട്ടിയാ വരത്തില്ല. ആ റാക്കിലുള്ള 4 സാരികളെടുത്ത് ഇവിടെ ഇട്ട് വെക്കേ. എന്തിനാ സർ? സാരി ഉടുക്കുന്ന മാത്രല്ല, അഴിക്കുന്നതിനും പഠിക്കണം. നിന്റെ സാരിയല്ല, ആ റാക്കിലുള്ള സാരികൾ ഇവിടെ അഴിച്ചിട്ടാലേ വരുന്ന കസ്റ്റമേഴ്സിന് ഒരു ബിൽഡപ്പ് കൊടുത്തതുപോലെ ഇരിക്കും. മനസ്സിലായല്ലോ? എടോ ബോയ്, നീ എങ്ങടാ പോയത്? നിന്നെയാണ്. അതെ, ലിഫ്റ്റ് തുടയ്ക്കാനുള്ള തുണി ഞാൻ തിരക്കുകയായിരുന്നു. തുണി എന്തിനാ? ഏതെങ്കിലും ബനാറസ് കാഞ്ചി സാരി വെച്ച് തുടച്ചാ പോരെ? വേണ്ട സർ, അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊന്നും വേണ്ട. തുടയ്ക്കാ. കയ്യില് കർച്ചീഫ് ഉണ്ടല്ലോ. ഇതില് എലിച്ചത്ത സ്മെല്ല് വരുന്നടാ. കോണായിട്ട് യൂസ് ചെയ്യുന്നു എങ്കിൽ നനയ്ക്കാൻ പറ. ഇത് വെച്ച് ഉപയോഗിച്ച് ഒരു കസ്റ്റമർ വരില്ല. ഒരു കാര്യം ചെയ്യ്. എന്താ? ഈ ഷർട്ട് വെച്ച് തുടയ്ക്കും, നന്നായിരിക്കും. എന്താ സർ? ജനലടക്കി. ജനലോ? ജനൽ എന്ന് വെച്ചാ വീട്ടിലെ ജനലല്ല, ഈ ജനല്. ഒന്ന് പോ സർ. ഭാര്യയെ പോലെ നാണിക്കുന്നു. നീ എന്താടാ ഇവിടെ നിൽക്കുന്ന? ലിഫ്റ്റ് തുടച്ചില്ലേ? ആ പെണ്ണ് ആരാണ് സാറിന് അറിയാമോ? എനിക്കറിയില്ലടോ, നിനക്കറിയാമോ? എന്റെ സെയിൽസ് ഗേൾ ആണ്. താൻ ആരാ? അതായത് ഈ ഷോപ്പിംഗ് മാളിന്റെ മാനേജറാണ് ഞാൻ. എങ്കിൽ ഞാൻ ആരാണ്? തലയ്ക്കകത്ത് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. നിങ്ങളുടെ ആഡിന്റെ ഏജൻസിയുടെ ബോസ് അല്ലേ? ഇവിടെ അല്ല. അതെ, ഞാൻ ആഡ് ഏജൻസി ബോസ് അല്ലേ? എന്തോന്നാ ഇത്? ലോ ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്രിയേറ്റീവ് കിട്ടും. അത് നിന്റെ ക്രിയേഷനിൽ ഡയറക്റ്റ് ചെയ്യുമ്പോ നീ വെച്ചോ. എടാ മണ്ട, അവരുടെ ഡ്രസ് ഉണ്ടല്ലേ, നീ ഏത് ആംഗിളിൽ വെച്ചേ? നിന്റെ തലയ്ക്കകത്ത് ആള് താമസമൊന്നും ഇല്ലേ? എനിക്ക് പോടാ മണ്ടൻ. അതെ രാമ, എത്രയും പെട്ടെന്ന് ഒരു സ്റ്റാൻഡ് കൊണ്ടുപോവാ. അന്ന് ഒരു ദിവസം ലീവ് ഇട്ടതാ. അമ്മയ്ക്ക് സുഖമില്ല, അച്ഛന് സുഖമില്ല, അപ്പൂപ്പന് സുഖമില്ല.
എന്താണിത്? എന്ത് പറഞ്ഞാലും പറയുന്നത് എനിക്കാണോ? സുഖമില്ലെന്നാ. നിങ്ങൾക്ക് ആ, ഇങ്ങ് താ. അതെ, നീ ഈ അഭിനയിക്കണോ? പണിയൊക്കെ നിന്റെ എനിക്ക് പണി വിട്ട് താമസം പറഞ്ഞേക്ക് കേട്ടോ. പറയുന്നത് തനിക്ക് മനസ്സിലാവുന്നില്ലല്ലേ? ചൂടുണ്ടായിരുന്നോ? നാശിപ്പിച്ചു. എവിടെ? ഇവിടെ തന്നെ. പക്ഷേ ഞാൻ നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒന്നും അങ്ങോട്ട് ഓർമ്മ വരുന്നില്ലല്ലോ. ഇവനെ ഇങ്ങനെയല്ല. ഡേയ്, എഴുന്നേക്ക്. ഈ സ്റ്റൂൾ വേണോ? ചായ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ നീ എന്തിനാ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നേ? ഞാനോ? നിങ്ങൾ ആരാണ്? ഞാൻ ഇവിടുത്തെ മാനേജറാണ്, നീ ഇവിടുത്തെ ബോയ് ആണ്. ഓ. പോയി ചായ എടുത്തോണ്ട് വാ. ഓ, ഓ. ഓ, ശരി ശരി. ആ അനിയ, ആ നിർത്ത്. അതെ, ഈ പെണ്ണ് മോഡലല്ല, എന്റെ സെയിൽസ് സൂപ്പർവൈസറാ. പിന്നെ എന്തിനാണ് ഷോർട്സിനകത്ത് കയറിയേ? സോറി സർ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. കുഴപ്പമില്ല മോളെ, നിനക്ക് മാത്രമല്ലേ അറിയൂ. വാ, നമുക്ക് സ്റ്റാഫ് വെരിഫിക്കേഷൻ നോക്കാം. എല്ലാം കണ്ടോണ്ട് ഇരിക്കുക. അളിയ, ഇവള് ചന്ദ്രനേക്കാളും സുന്ദരിയായും വളരെ മനോഹരമായും ഉണ്ടാ. കൊള്ള, ഓരോരുത്തരുടെ നല്ല സമയമാണെന്ന് തോന്നുന്നു. ഞാൻ വീണടാ. നിനക്കൊരു കാര്യം അറിയോ? ക്ലിക്കായത് ക്യാമറയിലടാ, എന്റെ മനസ്സാണ്. ഇത് എടുത്തോളൂ സാറേ. മാഡം കോഫിയാണോ ചായയാണോ? അതെ, അതൊരു പ്രതിമയാ. മന്ദബുദ്ധിയാണോ? ആ, ഇപ്പൊ പ്രതിമകൾ പാല് കുടിക്കുന്നല്ലോ അല്ലേ? നിങ്ങൾക്ക് കോഫിയാണോ ചായയാണോ? സാറിന് ഈ ജോലി ആരാ തന്നത്? സാർ, നിങ്ങൾ സാർ കോഫി ടീ സർവ് ചെയ്യണേ? ഞാൻ സർവീസ് ബോയ് അല്ലേ? ഓ, നിങ്ങളുടെ ഓർമ്മക്കുറവ് കൂടുതലായല്ലോ. തിളക്കത്തിലെ ദിലീപിന്റെ മുത്തശ്ശനെ പോലെയുണ്ട്. എന്തെങ്കിലും മരുന്ന് കഴിച്ചൂടെ? ബ്രാൻഡി ആയിരുന്നു, ഇപ്പൊ ബിസ്കിക്ക് മാറട്ടെ. മാറ്റിക്കോ, എന്നിട്ട് എല്ലാവരും വിഷം കഴിച്ചോ. അങ്ങനെയെങ്കിലും നന്നാവട്ടെ. ഓ, നിങ്ങൾ സർവീസ് ബോയ് ആരാ പറഞ്ഞത്? 1.5 മീറ്റർ പറഞ്ഞതാ. കണ്ടോ, അയാൾക്ക് ഓർമ്മ വരുമ്പോ ഇയാളുടെ സ്വഭാവം മനസ്സിലാവും. അയ്യോ, നിങ്ങൾ ഞങ്ങളുടെ ബോസാണ് സാർ. അതല്ലേ, മറന്നുപോയി. സാറേ, നമുക്കൊരു കൈ നോക്കാം. വേണ്ട വേണ്ട, ആദ്യം നിങ്ങളുടെ ആഡ് നോക്കിക്കോളൂ, എന്നിട്ട് അവനെ നമുക്ക് എടുക്കാം. ഓക്കേ. ലവ്, ഇഷ്ക്, പ്രേമം. പ്രേമ, ഞാൻ ലവില് വീഴുന്ന നിന്നെ കാണുന്നവരെ എനിക്ക് തോന്നിട്ട് പോലുമില്ല. നന്നായിരിക്കുന്നു. ഈ ഫീലിങ്സ് വളരെ നന്നായിരിക്കുന്നു. ചേട്ടാ, ചേട്ടാ, എന്താ എന്നെ കണ്ടെന്ന് പുറകിൽ ഒളിപ്പിച്ചു വെക്കുന്നത്? ഏയ്, ഒന്നുമില്ല, നീ പോയിക്കോ. ആ, മുൻപിൽ ഇത്രയും ഫോട്ടോസ് ഉണ്ടായിട്ടും ഒരെണ്ണം മാത്രം എടുത്തു വെക്കണമെങ്കിൽ സംതിങ് സ്പെഷ്യൽ ആണ് ആ ഫോട്ടോ. മര്യാദക്ക് എനിക്ക് നിന്നോട് പോകാനല്ലേ പറഞ്ഞേ? കാണിക്കേട്ടാ, വേണ്ട. കാണിക്കാൻ. എന്താ വിഷമം തോന്നിപ്പോയോ? അച്ഛൻ, എന്താണ് ഇവിടെ പ്രശ്നം? ഒന്നുമില്ല ചാ. ഫോട്ടോഷൂട്ടിന് വേണ്ടി ഒരു പുതിയ മോഡൽ വേണ്ടിയിരുന്നു. അവരുടെ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇവളൊന്ന് ശല്യം ചെയ്തു. അവളുടെ പ്രശ്നം നോർമൽ അല്ലേ? നീ താഴെ പോമോളെ. നിന്റെ ഇൻട്രസ്റ്റ് മറക്കാൻ പറ്റാതെ നിന്നെ ഈ പ്രൊഫഷണൽ അയച്ചതാ. ദിവസം നിന്നെ ചുറ്റി കുറെ പെണ്ണുങ്ങൾ ഉണ്ടാകും. ഈ വയസ്സില് ആരെ കണ്ടാലും നിന്റെ മനസ്സ് ചീത്തയാകും. ആ ഫീലിംഗ് വളരെ ഡേഞ്ചറാണ്. നിന്റെ മനസ്സ് നീ കൺട്രോളിൽ വെച്ചിരിക്കണം. ശിവ, നിന്റെ അടുത്ത് ഞാൻ വച്ചിരിക്കുന്ന വിശ്വാസം തകർക്കരുത്. അമ്മേ, ആ, എടുത്തിട്ട് വരുന്നു ആലോചിക്ക. ഇന്നാ നിനക്ക് ഇഷ്ടമുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ലഞ്ച് ടൈമിൽ ഒറ്റയ്ക്ക് കഴിക്കും. അതല്ലാതെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത നിനക്ക് ടേസ്റ്റ് ചെയ്യാൻ പോലും കിട്ടില്ല. ശരി. അമ്മേ, കറണ്ട് ബില്ലിങ് എടുക്ക്, ഞാൻ അടയ്ക്കാം. ഈ ചെറുപ്രായത്തിൽ തന്നെ ജോലി നോക്കി നീ കുടുംബം നോക്കുന്നില്ലേ? നിന്റെ അമ്മാവനാണെങ്കി അഭിനയിക്കണമെന്ന് പറഞ്ഞ് കയ്യിലുള്ളതെല്ലാം വിറ്റു തൊലിച്ചു. ഇനിയിപ്പോ ഈ വീട് മാത്രമേ ബാക്കിയുള്ളൂ. അതിരിക്കട്ടെ, ഇന്ന് അദ്ദേഹം എന്ത് വേഷം ഇടുന്നത്? പുലി, പായും പുലി. അന്ന് നിങ്ങൾ എനിക്ക് സമ്മാനിച്ച സമ്മാനമുണ്ടല്ലോ, എനിക്ക് എന്റെ നാടിനെ സംരക്ഷിക്കാൻ അതുകൊണ്ട് കഴിഞ്ഞു. അതായിരുന്നു അതിന്റെ ഏറ്റവും നല്ല തുടക്കം. അത് നഷ്ടപ്പെട്ടിട്ടില്ല യുവർ ഓണർ. ഇപ്പോ എനിക്കത് വേണം. എനിക്ക് കിട്ടിയേ പറ്റൂ. ഇത് നിങ്ങളുടെ നിയമമാണെങ്കിൽ നിങ്ങളുടെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും എന്റെ സല്യൂട്ട്. എവിടെയാണ് ന്യായമുള്ളത് അതിനുവേണ്ടി ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ജയ് ഹിന്ദ്. നിങ്ങളുടെ പെർഫോമൻസ് കണ്ടാലേ സന്തോഷ് പണ്ഡിറ്റ് പോലും അസൂയപ്പെട്ടു പോവും. വളരെ നന്ദിയുണ്ട് മോളെ. എന്നാ ഞാൻ പോയിട്ട് വരാട്ടോ. അല്ല, ഒന്ന് നിന്നേ. കയ്യില് പൈസ വല്ലതും ഉണ്ടെങ്കിൽ തന്നാ കൊള്ളായിരുന്നു. വൈകിട്ട് ഒരു ക്വാർട്ടർ എടുത്തടിക്കാനാ. ആ ഓഫർ ഞാൻ സ്വീകരിക്കട്ടെ? എന്റെ ഉള്ളിലുള്ള അഭിനയം പുറത്തു വരുന്നതിന് ഒരു ക്വാർട്ടർ തന്നെ ധാരാളമാ. അച്ഛന്റെ ഈ ഡ്രാമ എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഓക്കെ മോളെ, താങ്ക്സ്. മോളെ, ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം മോക്ക് നല്ലൊരു പുരുഷനെ കിട്ടാൻ. ഹായ്,
യെസ് സർ, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് പറയൂ. എനിക്ക് നീയാണ് വേണ്ടത്. ഞാൻ നിങ്ങളെ കാണാനാ വന്നേ. ഐ നീഡ് ടു ടോക്ക് ടു യു. എനിക്ക് വേണ്ടിയോ? ഇവനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഹേയ്, ഐ എം ശിവ, നിങ്ങളുടെ ഷോപ്പിൽ ഫോട്ടോഷൂട്ട് ചെയ്ത ആഡ് ഡയറക്ടർ. സോ വാട്ട്? ഈ പൂ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ പേര് പറയൂ. നിങ്ങളെ ദേഷ്യത്തിലും കാണാൻ കൊള്ളാം. ദാ നോക്ക് സർ, ഞാൻ ഈ ഷോപ്പിലാണ് ജോലി ചെയ്തോണ്ടിരിക്കുന്നത്. പ്ലീസ് ഇവിടെ നോയിൻസെൻസ് ഒന്നും ഉണ്ടാക്കരുത്. ഇവിടുന്ന് പോയിക്ക് പ്ലീസ്. ഒന്ന് പോ.